എന്റെ സഹോദരങ്ങളെ, ഇസ്ലാമിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഷഹാദത്ത് കലിമ ഉച്ചരിച്ചവരെ, നമുക്ക് ബാധ്യതയുണ്ട്. ഇസ്ലാം അതിന്റെ വക്താക്കളാണ് നമ്മൾ. നമ്മുടെ നാവ് അല്ലാഹു നൽകിയത് ദീനിനു വേണ്ടിയാണ്. നമ്മുടെ ശേഷി അല്ലാഹു നൽകിയിരിക്കുന്നത് ദീനിനു വേണ്ടിയാണ്. സഹോദരങ്ങളെ, മടിഞ്ഞിരിക്കരുത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ, അസത്യമാണെന്നറിഞ്ഞിട്ടും അനർത്ഥമാണെന്നറിഞ്ഞിട്ടും നിരർത്ഥകമായ വാദമാണെന്നറിഞ്ഞിട്ടും അസത്യത്തിന്റെ വക്താക്കൾ ഉറക്കം വിളിച്ചുകൊണ്ട് പണിയെടുക്കുന്നുണ്ടെങ്കിൽ, സത്യത്തിന്റെ വക്താക്കളെ, ഇസ്ലാമിന്റെ സന്താനങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളെ, നിങ്ങൾക്ക് എങ്ങനെയാണ് മടിഞ്ഞിരിക്കാൻ കഴിയുക? നിങ്ങൾക്ക് എങ്ങനെയാണ് മടിഞ്ഞിരിക്കാൻ കഴിയുക? അലസരാകാൻ കഴിയുക? പ്രവർത്തിക്കുക, പണിയെടുക്കുക. ഈ പോരാട്ടത്തിൽ ഇസ്ലാമിനു വേണ്ടിയുള്ള, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയുള്ള, ലിതകൂന കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹുവിന്റെ വചനം മറ്റെല്ലാ വാക്കുകൾക്കും മുകളിൽ ഉന്നതമാകുന്നതിനു വേണ്ടി എന്റെ സഹോദരങ്ങളെ, പണിയെടുക്കുക, പ്രവർത്തിക്കുക, പരസ്പരം സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ, അതിന്റെ സത്യതയും അതിന്റെ യാഥാർത്ഥ്യവും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നാം ഓരോരുത്തരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിരീശ്വരവാദം, അതിനെ കരുതിയിരിക്കുക. അത് വരുന്നതിനു മുൻപ് സ്വീകരിക്കേണ്ട ചില വാക്സിനുകളുണ്ട്. രോഗം വരുന്നതിന് മുൻപ് സ്വീകരിക്കേണ്ട വാക്സിനുകളുണ്ട്. വാക്സിനുകളിൽ പെട്ടതാണ് ദീന് പഠിക്കുക, ദീൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈമാൻ കാര്യങ്ങൾ, ഇസ്ലാം കാര്യങ്ങൾ. നമ്മുടെ മക്കൾ ദീൻ പഠിക്കണം, ഇസ്ലാമിനെ കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഇസ്ലാം കാര്യം ചോദിച്ചാൽ എന്റെ സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരാൾക്ക് പോലും അത് 5 ആണോ അത് 6 ആണോ ഏതാണ് ആദ്യം പറയൂ, ഞാൻ ബാക്കി പറയാം, അങ്ങനെ പറയരുത്. ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ, ദീനുമായി ബന്ധപ്പെട്ട അടിത്തറകൾ, ഷഹാദത്ത് കലിമ പഠിക്കുക. നിങ്ങൾ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് നിങ്ങൾ പഠിക്കണം. എന്ന് ആരോടാണ് പറഞ്ഞത്? മുഹമ്മദുൻ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീൻ പഠിക്കുക, ദീനിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കുക. അതിനുവേണ്ടി പണ്ഡിതന്മാർ എഴുതിയ അനേകം ഗ്രന്ഥങ്ങളുണ്ട്. അൽ ഉസൂലു സലാസ എന്ന ഗ്രന്ഥം പോലെ, കിതാബു തൗഹീദ് എന്ന ഗ്രന്ഥം പോലെ, അഖീദത്തുൽ വാസിത്തി എന്ന ഗ്രന്ഥം പോലെ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിച്ചു നൽകുന്ന ഗ്രന്ഥങ്ങളുണ്ട്. നിങ്ങളത് പഠിക്കണം. സഹോദര മുസ്ലിമേ, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വിളി കൊണ്ട് തുടങ്ങിയ മതത്തിന്റെ അനുയായികൾ പഠിക്കാതിരിക്കരുത്. പഠിക്കണം. നമുക്ക് വിവരമുണ്ടാകണം, വിജ്ഞാനമുണ്ടാകണം, ഉപകാരപ്രദമായ അറിവ് നേടിയെടുക്കണം. ആ കാര്യത്തിൽ നമ്മൾ അമാന്തം കാണിച്ചു പോകരുത്. നമ്മുടെ കുട്ടികൾ, സഹോദരങ്ങൾ, അവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരെന്താണ് കാണുന്നത്, അവരാരോടാണ് സംസാരിക്കുന്നത്, അവരുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാകണം. കുട്ടികൾക്ക് അവരുടേതായ ലോകം, രക്ഷിതാവിന് അവന്റേതായ ലോകം. അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ മക്കൾ, അവർ നമ്മുടെ ഏറ്റവും വലിയ സ്വത്തുക്കളാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, മരിച്ചാൽ എന്റെ ഉമ്മക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്നറിയാത്ത മക്കളെയാണ് നാം വളർത്തിയെടുത്തത് എങ്കിൽ എന്താണ് അല്ലാഹു നിനക്ക് നൽകിയ മക്കളെ കൊണ്ട് നിനക്ക് ഉപകാരമുണ്ടായത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് കരളുരുകി പ്രാർത്ഥിക്കാൻ സന്താനങ്ങളെ ബാക്കി വെക്കാതെയാണ്, അവരെ പഠിപ്പിക്കാതെയാണ് നീ പോകുന്നത് എങ്കിൽ, അവർ A² B² പഠിച്ചിട്ടുണ്ട്. പക്ഷെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവൻ അറിയില്ലെങ്കിൽ എന്തുപകാരമാണുള്ളത്? പരലോകമാണ് നമ്മുടെ ലക്ഷ്യം, പരലോകമാണ് ലക്ഷ്യം. ഒരു മടിയും നമുക്ക് ആ പറയുന്ന കാര്യത്തിലില്ല. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം, അതാണ് ലക്ഷ്യം, അത് തന്നെയാണ് ലക്ഷ്യം. അതെ, നിങ്ങൾ ഹൂറികൾ എന്ന് പറഞ്ഞു കളിയാക്കി. അതെ, സ്വർഗമാണ് ലക്ഷ്യം. അല്ലാഹു വാഗ്ദാനം നൽകിയ സ്വർഗം, അതിൽ നന്മകൾ മാത്രമാണുള്ളത്, അതിൽ പരിഹാസങ്ങളില്ല, മോശമായ വാക്കുകളില്ല. ആ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ തന്നെയാണ്. സഹോദരങ്ങളെ, മക്കളെ പഠിപ്പിക്കണം, നിങ്ങൾ പഠിക്കണം. കുടുംബത്തിൽ സഹോദരങ്ങളെ, നല്ല മാതൃകകൾ വേണം. മസ്ജിദുകളുടെ ഭാരവാഹികളെ, മസ്ജിദിലേക്ക് വരുന്ന യുവാക്കളെ നിങ്ങൾ പരിഗണിക്കണം, ശ്രദ്ധിക്കണം. അവരെ നിങ്ങൾ ചെറിയ തെറ്റുകളുടെ പേരിൽ ആട്ടിയോടിക്കരുത്. നിനക്കിത് അറിയില്ലേ, പള്ളിയിൽ എങ്ങനെ പെരുമാറണമെന്നറിയില്ല, അങ്ങനെ ചോദിക്കരുത്. കുട്ടികളെ, സഹോദരങ്ങളെ, ദീനിന്റെ സ്വഭാവങ്ങൾ പഠിപ്പിക്കണം, മാതൃകകൾ ഉണ്ടാകണം. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ദീനിന്റെ അടയാളങ്ങളുള്ളവൻ ആ നാട്ടിൽ നല്ല സ്വഭാവമുള്ളവനായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇന്ന അഹ്സനകും അഹാസിനുകും ലിഅഹ്ലികും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ കുടുംബത്തോട് ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനം എന്നാൽ നല്ല സ്വഭാവമാണ്. നമ്മുടെ സ്വഭാവം ശരിയാക്കണം, നമ്മുടെ സ്വഭാവം മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം, നന്നായിക്കൊണ്ടേയിരിക്കണം. ഒരു ദിവസവും ഞാൻ നന്നായിട്ടുണ്ട്, ഇനിയൊന്നുമില്ല എന്ന തീരുമാനത്തിലേക്ക് എത്തരുത്. മുസ്ലിം മരിക്കുന്ന അവസാന ദിവസം വരെ മെച്ചപ്പെടുത്താനുള്ള പരിശ്രമത്തിലാണ്. പഠിക്കാനും അറിയാനും പ്രവർത്തിക്കാനും നന്മകൾ ചെയ്യാനും
സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാനുമുള്ള പ്രവർത്തനത്തിലാണ് ഓരോ മുസ്ലിമും ഉണ്ടായിരിക്കേണ്ടത്.